ഉണ്ണീശോയിൽ പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ആശംസിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന ഈശോ മിശിഹ എൻ്റെ ഹൃദയത്തിലും വരാൻ ആയിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നു. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:23. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം തന്നെ നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പലരും ഇപ്പോഴും നാം തന്നെ അതിനെ തടസ്സം നിൽക്കുന്നു. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമായിട്ട് കടന്നു വന്ന ദൈവം എൻ്റെ ഹൃദയത്തിലെ വിദ്വേഷവും വെറുപ്പും കണ്ട് അവിടെ സാധിക്കാതെ പുറത്തു നിൽക്കുന്നു. ഈശോയുടെ അടുക്കൽ വന്ന് സങ്കടത്തോടെ തിരിച്ചുപോയ ഒരാളെ കുറിച്ച് ബൈബിൾ നാം കാണുന്നുണ്ട്. ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി കാരണം അവൻ വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു എന്നാണ് വചനം പറയുന്നത്. ദൈവം നമുക്ക് തന്നതല്ലാത്ത നമ്മുടെ ഹൃദയത്തിലുള്ള പാപങ്ങളെയും വിദ്വേഷവും വെറുപ്പും എല്ലാം ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ തടസ്സമായി നിൽക്കുന്നു. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീർന്നു. ഹെബ്രായർ 12:15. അതുകൊണ്ട് ക്രിസ്മസിന്റെ ഏറ്റവും അടുത്ത നാളുകളിൽ നാം എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ വിദ്വേഷവും വെറുപ്പും അസൂയയും എല്ലാം ഉപേക്ഷിച്ച് അനുരഞ്ജന കൂദാശകൾക്കായി നമുക്ക് ഒരുങ്ങാം. അതുപോലെ മറ്റുള്ളവർക്ക് നമ്മുടെ എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് നമുക്ക് തോന്നണമെങ്കിൽ അവരോട് രമ്യതപ്പെടുവാൻ നമുക്ക് പരിശ്രമിക്കാം. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനെ രമ്യതപ്പെടുക. പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. മത്തായി 5:23-24. സ്നേഹിതനായി തടസ്സമായി നിൽക്കുന്ന എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റുവാനായിട്ട് നല്ലൊരു കുമ്പസാരം നടത്തി നമ്മുടെ ഹൃദയം ഈശോയ്ക്കായി ഒരുക്കാം. 5 കുമ്പസാരത്തിനുള്ള ജപം ചൊല്ലി നമുക്ക് വെറുപ്പും ഉള്ളവരെയും നമ്മോട് വിദ്വേഷമുള്ളവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.